കൂവപ്പടി ഗ്രാമപഞ്ചായത്തിന്റെ വിവിധ മേഖലകളിൽ തെരുവുനായ്ക്കളുടെ ആക്രമണം രൂക്ഷമാകുന്നു. ചേരാനല്ലൂർ പ്രദേശത്ത് കൂട്ടമായി എത്തിയ നായ്ക്കൾ തൊഴുത്തിൽ കെട്ടിയ 2 മാസം പ്രായമായ പശുക്കിടാവിനെ ആക്രമിച്ചു കൊന്നു. കുട്ടികളും മുതിർന്നവരും വഴിയിലിറങ്ങി നടക്കാൻ പോലും ഭയക്കുന്ന ഈ സാഹചര്യത്തിൽ അധികൃതർ വേണ്ട നടപടി സ്വീകരിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. കൂവപ്പടി ഗ്രാമപഞ്ചായത്തിലെ ചേരാനല്ലൂർ പ്രദേശത്ത് കഴിഞ്ഞ കുറച്ചധികം ദിവസങ്ങളായി തെരുവുനായ്ക്കളുടെ ആക്രമണം അതിരൂക്ഷമാണ്. വെള്ളിയാഴ്ച വെളുപ്പിന് തൊഴുത്തിൽ കെട്ടിയിരുന്ന പശുക്കിടാവിനെ തെരുവുനായ്ക്കൾ ചേർന്ന് കടിച്ചു കൊന്നു. ജോണിയുടെ 2 മാസം പ്രായമായ പശുക്കിടാവിനെയാണ് 5 തെരുവുനായ്ക്കൾ ചേർന്ന് ആക്രമിച്ചത്. പശുക്കളുടെ കരച്ചിൽ കേട്ട് വാതിൽ തുറന്ന് ഓടിയെത്തിയ വീട്ടുകാർക്ക് നേരെയും നായ്ക്കൾ കുരച്ചെത്തി. വീട്ടുകാർക്ക് കടിയേൽക്കാതെ തലനാരിഴയ്ക്ക് മാത്രമാണ് രക്ഷപ്പെട്ടത്. നേരം വെളുത്തതിനു ശേഷവും ഈ പ്രദേശത്ത് തമ്പടിച്ച നായ്ക്കൾ വീട്ടുകാർക്ക് നേരെ കുരച്ചു ചാടിയ സംഭവങ്ങളുമുണ്ടായി. കഴിഞ്ഞ കുറച്ചധികം ദിവസങ്ങളായി ചേരാനല്ലൂർ മേഖലയിൽ വളർത്തുമൃഗങ്ങളെ തെരുവുനായ്ക്കൾ ആക്രമിക്കുന്നത് പതിവായി തുടരുകയാണെന്ന് ഇവിടത്തുകാർ പറയുന്നു. പഞ്ചായത്തിൽ പരാതി പറഞ്ഞുവെങ്കിലും യാതൊരു നടപടിയും ഉണ്ടായിട്ടില്ല എന്നാണ് പ്രദേശവാസികളുടെ അഭിപ്രായം. ഏറെക്കാലമായി ചേരാനല്ലൂർ, മങ്കുഴി, തോട്ടുവ ഭാഗത്തൊക്കെ തെരുവുനായ്ക്കളുടെ ശല്യം തുടങ്ങിയിട്ട് ഇവിടെ നിരവധി വീടുകളിൽ നിന്നും ആടുകളെയും അതുപോലെ പശുക്കിടാക്കളെയും കോഴികളെയും ഒക്കെ തിന്നുന്ന അവസ്ഥ വിശേഷമാണുള്ളത്. വലിയ കൂട്ടങ്ങളുള്ളത്. ഒരു കൂട്ടം 5 ഉണ്ട്. അങ്ങനെ ഏത് ഭാഗത്തേക്ക് പോയാലും തെരുവുനായ്ക്കളുടെ വലിയ ശല്യമായി മാറിയിരിക്കുക. കൊച്ചുകുട്ടികളെ സ്കൂളിൽ വിടുവാനോ നഴ്സറിയിൽ വിടുവാനോ ബാലവാടിയിൽ വിടുവാനോ പള്ളിയിൽ പോകാനോ അമ്പലത്തിൽ പോകാനോ ഒന്നും പറ്റാത്തൊരവസ്ഥാവിശേഷം. നിരവധി പ്രാവശ്യം പഞ്ചായത്തിൽ പരാതി നൽകിയെങ്കിലും ഇതിനൊരു പരിഹാരം കണ്ടെത്താനായിട്ട് പഞ്ചായത്ത് അധികൃതർ ആരും മുന്നോട്ട് വന്നിട്ടില്ല. കോഴികളെ വട്ടം കൂടി ശരിക്കും വലിയ കള്ളന്മാർ വളയുന്ന മാതിരി വളഞ്ഞാണ് ഇട്ടുപിടിക്കുന്നത്. ഒരു രീതിയിലും കോഴീനെയോ പശുക്കളെയോ ആടുകളെയൊന്നും വളർത്താൻ പറ്റാത്ത അവസ്ഥാവിശേഷമായി. തൊട്ടടുത്ത പാടശേഖരങ്ങളിൽ തമ്പടിക്കുന്ന നായ്ക്കൂട്ടം വീടുകളിലേക്ക് എത്തുകയാണ് പതിവ്. അംഗൻവാടികൾ, നഴ്സറി സ്കൂളുകൾ, UP സ്കൂളുകൾ, ബഡ് സ്കൂളുകൾ, പള്ളി, ക്ഷേത്രങ്ങൾ എന്നിവയുള്ള ഈ പ്രദേശത്ത് കുട്ടികളും മുതിർന്നവരും നായ്ക്കളെ പേടിച്ചാണ് വഴി നടക്കുന്നത്. എത്രയും വേഗം തെരുവുനായ്ക്കളുടെ കാര്യത്തിൽ ശാശ്വതമായ ഒരു പരിഹാരം കാണണമെന്നാണ് പ്രദേശവാസികളുടെ ആവശ്യം. 10-25 വർഷമായി പശുവിനെ വളർത്തൽ തുടങ്ങിയിട്ട് ഇതേപോലെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല. എനിക്ക് ഇങ്ങനെ പശു ഇന്ന് രാത്രി 3 മണി സമയമായപ്പോൾ ഞങ്ങൾ പശുവിൻ്റെ നിലവിളി കേട്ട് എനിക്ക് വന്നപ്പോൾ 5 പട്ടികൾ ഞങ്ങളുടെ നേരേക്ക് ചാടി. അത് കഴിഞ്ഞുകൊണ്ട് ഞങ്ങൾ വാതിൽ തുറന്ന് മുമ്പസ്തേക്കടെ ചെന്ന് 5 പട്ടികളെ ഓടിച്ചപ്പോഴേക്കും കിടാവിനെ വലിച്ചു കൊണ്ടുവന്ന് കൊന്നിട്ടു. അത് കഴിഞ്ഞുകൊണ്ട് പിന്നെ ഞങ്ങൾ ചെന്നപ്പോഴേക്കും പട്ടികൾ പിന്നെ ഞങ്ങളുടെ ബാത്തേക്ക് ചാടി വരികയാണ്. ഓരോ പാടത്തേക്ക് ഇറങ്ങാനൊന്നും ഞങ്ങൾക്ക് നിവൃത്തിയില്ലാത്ത രീതിയിലെ പട്ടികൾ വരും. ഞങ്ങൾക്ക് കൃഷിപ്പണി തന്നെയാണ്. പാടത്തേക്ക് പോകുമ്പോഴൊക്കെ പട്ടികൾ മേത്തോട്ട് ചാടി വരികയാണ്. ന്യൂസ് ബ്യൂറോ, പെരുമ്പാവൂർ. ശരിക്കും രുചിയോടൊപ്പം ഹൃദയങ്ങൾ ഒന്നാകുന്ന റംസാൻ ദിനങ്ങൾ. ദ സോൾട്ട് റെസ്റ്റോറന്റ്, പനമ്പള്ളി നഗർ, കാക്കനാട് ആൻഡ് തോപ്പുംപടി.